മുഖം സൗന്ദര്യം കൂട്ടുന്നതിനും മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചുളിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമിക്കാറുണ്ട്. ഇപ്പം പാർലറിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലീനപ്പൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ക്ലീനപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ക്ലീനപ്പ് നിങ്ങളുടെ മുഖത്തെ ചർമ്മത്തിന് തിളക്കം കൂട്ടാനും മുഖത്തെ ചുളിവുകൾ മാറ്റാനും മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആക്കി നിർത്താനും ഗ്ലോ ആക്കാനും ഒക്കെയായിട്ട് സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം മുഖത്തെ സൗന്ദര്യം കൂട്ടുന്നതിന് വേണ്ടി ഒരു ക്ലീനപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ തിളക്കം കൂട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോയാലോ. നമ്മൾ പാർലറിലൊക്കെ പോയിട്ടാണ് ക്ലീനപ്പ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് പാക്കറ്റ് ക്രീം മേടിച്ചിട്ടാണ് നമ്മൾ ഫേസിന് വേണ്ടി ക്ലീനപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവശ്യവും ഇനി നിങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാർലറിൽ കിട്ടുന്ന അതേ എഫക്റ്റിൽ തന്നെ ക്ലീനപ്പ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരു സ്പൂൺ റൈസ് പൗഡർ വേണം. ഇനി ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ ജ്യൂസ് ഒരു 2 സ്പൂണോളം ആപ്പിൾ ജ്യൂസ് നമുക്ക് വേണം. അത് ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ ആ ഒരു ജ്യൂസ് കിട്ടും. 2 സ്പൂൺ ജ്യൂസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. കണ്ടല്ലോ, നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കോഫി പൗഡറാണ്. അതൊരു സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കോഫി പൗഡറും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ലതാണ് കോഫി പൗഡർ, നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഗ്ലോ ആക്കാനൊക്കെ നല്ലതാണ്. ഞാനിവിടെ ഈസ്റ്റേൺ കോഫി പൗഡറാണ് 1 സ്പൂൺ ചേർക്കുന്നത്. അതും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സോസാണ്. അതായത് നമ്മുടെ സോസില്ലേ, മയോണൈസ് സോസ്, ഇതാണ് വേണ്ടത്. ഇത് 1/2 സ്പൂണാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മയോണൈസ് സോസ് നമുക്ക് സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ സഹായിക്കുന്നതാണ്. പക്ഷേ എന്നാൽ 1/2 സ്പൂണേ ഇടാവുള്ളൂ. 1 സ്പൂൺ തികച്ചൊന്നും ഇടരുത്, കാരണം അത് കൂടുതലായിട്ട് നമ്മുടെ ഫേസിന് നല്ലതല്ല. 1/2 സ്പൂൺ വേണം. നല്ലതാണ്. വെജ് മയോണൈസ് സോസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അത് ഒരു 1/2 സ്പൂൺ മയോണൈസ് സോസും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാവരും മയോണൈസ് സോസൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നില്ലേ തയ്യാറാക്കുന്നത്. എഗ്ഗിൻ്റെതാണെങ്കിലും നല്ലതാണ്. പിന്നെ നമ്മളിപ്പം കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും അതും നല്ലതാണ്. ഇതാണ് നമ്മുടെ ക്ലീനപ്പിന് വേണ്ടിയുള്ള ക്രീം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്രീമാണ് എല്ലാം വേണ്ടത്. പിന്നെ നിങ്ങൾക്കിപ്പം ആപ്പിളിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പപ്പായ എടുക്കാം, ഓറഞ്ച് എടുക്കാം. ഇതിനകത്ത് 2 ഈ 3 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മയോണൈസ് സോസ്, അത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണം എങ്കിൽ എടുക്കാം. പക്ഷെ നല്ലതാണ്. നമുക്ക് നല്ലൊരു ഫേസിന് നല്ലതുപോലെ ഗ്ലോ ആവാനൊക്കെ മയോണൈസ് സോസ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളത് നല്ലൊരു ഇതാണ്. പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം നല്ല സ്കിൻ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിനകത്ത് നല്ലതുപോലെ നിലനിർത്താനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ നമുക്ക് ആപ്പിൾ ജ്യൂസ് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ വൈറ്റമിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് ആപ്പിളിനകത്ത്. അത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ റിസൾട്ട് നൽകാനായിട്ടൊക്കെ സഹായിക്കും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ക്ലീനപ്പിന് വേണ്ടിയുള്ള ക്രീം എന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ കൈകളിൽ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഫേസിൽ മേക്കപ്പോ ഒന്നും പാടില്ല. കൈകളിലേക്ക് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുമ്പോൾ ഇതേപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തേച്ചിട്ട് നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു ഓയിലിൻ്റെ രീതിയിലായിട്ടൊക്കെ ഇരിക്കും. കാരണം നമ്മൾ മയോണൈസ് സോസും ചേർത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ രീതിയിൽ ഓയിൽ ഇൻക്ലൂഡ് അല്ലയോ, അതിൻ്റേതായിട്ടുള്ള ഒരു ഓയിലൊക്കെ കാണും. ഞാനിപ്പം കൈകളിലെല്ലാം തേച്ച് കാണിക്കും. എൻ്റെ ഇപ്പം നിങ്ങൾ ഈ കൈ തേക്കുന്ന കൂട്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് തേച്ചിട്ട് ഇതേപോലെ തന്നെ മസാജ് ചെയ്യുക. നോർമൽ, അതായത് നിങ്ങളുടെ ഫിംഗർ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊരു മസാജ് ചെയ്തിട്ട് ഫേസിലേക്ക് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഒരു റൗണ്ട് കൂടെ ഇട്ടിട്ട് നമ്മൾ അനക്കാതെ തന്നെ അങ്ങ് വെക്കുക. കണ്ടല്ലോ, ഒരു ഓയിലിൻ്റെ ഒക്കെ രീതിയിലായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ
ക്ലീനപ്പ് ക്രീം എന്ന് പറയുന്നത് നാച്ചുറൽ ക്രീമാണ്. ഇനി ഇതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ച് മാറ്റിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ തുടച്ച് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ചേഞ്ച് മനസ്സിലാക്കാൻ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു ക്ലീനപ്പാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങൾക്ക് പാർലറിൽ ഇനി ഒരിക്കലും പോകേണ്ട ഒരു ആവശ്യം പോലും വരില്ല. നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലീനപ്പ് തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയത്, അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയത്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.